ഷർട്ടും കൈലിയും തോർത്തും കൊണ്ടുള്ള തലക്കെട്ടും അലിയാരിൻ്റെ വേഷം. ഇരുന്നിങ്ങനെ കിലോമീറ്ററുകളോളം കേരള ഭാഗ്യക്കുറിയുടെ 25 കോടി രൂപ ഓണബമ്പർ ടിക്കറ്റ് വിൽക്കും. ടാറിട്ട ദേശീയ പാതയോരത്തുകൂടി പാറക്കല്ലുകൾക്ക് മീതെ വെച്ചടി വെച്ച് നടത്തും. ദിവസവും 5 ടിക്കറ്റേ വാങ്ങും. തീരുമ്പോൾ വീണ്ടും. അലിയാര് കുഞ്ഞിനോട് ഈ അവശതയിലും എന്തിനീ ലോട്ടറി വിൽപ്പന എന്ന് ചോദിച്ചു. ലോട്ടറിയെ തകർക്കാൻ പലരും ശ്രമിക്കുന്നു. ഇതെൻ്റെ ജീവിതം, എനിക്കൊരു വെള്ളം കുടിക്കണം, ആരുടെയും മുമ്പിൽ പോയി കൈ നീട്ടണ്ടല്ലോ എന്ന അലിയാര് കുഞ്ഞ് അധ്വാനിച്ച് ജീവിക്കുന്നതിൻ്റെ സുഖം അഭിമാനത്തോടെ പങ്കുവച്ചു. ഈ ലോട്ടറി ടിക്കറ്റ് കൊണ്ട് ഒരുപാട് പേര് ജീവിക്കുന്നുണ്ടല്ലോ, അപ്പൊ ലോട്ടറി എന്ന് പറയുന്ന സംഭവം നിലനിർത്തേണ്ടതല്ലേ? നിലനിൽക്കാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് ആളുകൾ ഇതിനകത്ത് തടസ്സം ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ് എൻ്റെ ജീവിത മാർഗമാണ്, എനിക്കിത് ചെയ്ത് ഒരു വെള്ളം കുടിക്കണം, ആരെയും മുമ്പിൽ ചെന്ന് കൈ നീട്ടണ്ട, അങ്ങനെയുള്ള പരിപാടിയാണ്. ത്രീ ഫോൾഡർ കുട പോലെയായി അലിയാര് കുഞ്ഞ്. എങ്കിലും ആരോടും ജീവിത ചെലവിന് യാചിക്കാതെ ലോട്ടറി വിറ്റ് സ്വയം തൊഴിൽ തേടിയ ഈ വയോവൃദ്ധൻ പുതുതലമുറയ്ക്കും സംരംഭകർക്കും തൊഴിൽ അന്വേഷികൾക്കും ഒരു പാഠശാലയാണ്. കേരള സർക്കാരിൻ്റെ കേരള ഭാഗ്യക്കുറി അലിയാര് കുഞ്ഞിനെ പോലുള്ള ലക്ഷങ്ങൾക്ക് കൂട്ടുപുരി. 80-ാം വയസ്സിലും കേരള ഭാഗ്യക്കുറി വിറ്റാണ് ഈ അലിയാര് കുഞ്ഞെന്ന് പറയുന്ന ഈ മനുഷ്യൻ ജീവിക്കുന്നത്. പതിറ്റാണ്ടുകളായി തുടരുന്ന ഒരു ലോട്ടറി വ്യാപാരം. ഇപ്പോൾ ഈ ഒരു ആരോഗ്യം ഇങ്ങനെ മോശമാവുമ്പോഴും ഇത് വിടാൻ തയ്യാറല്ല. ക്യാമറാമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.